السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 202-ാം പേജാണ് ഇന്ന് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അള്ളാഹു നമ്മുടെ സംഗമം സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുഫസ്സിരീങ്ങൾ, പണ്ഡിതന്മാർ, ഈ ക്ലാസ് കേൾക്കുന്നവർ, ഇതിനോട് റെഫർ ചെയ്യുന്നവർ, ഇതിനോട് അധ്വാനിക്കുന്നവർ, എല്ലാവർക്കും അള്ളാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി 202-ാം പേജിൻ്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യഅ്തദിറൂന ഇലൈക്കും ഇദാ റജഅതും ഇലൈഹിം ഖുൽ ലാ തഅ്തദിറൂ ലൻ നുഅ്മിന ലക്കും ഖദ് നബ്ബഅന അല്ലാഹു മിൻ അഖ്ബാരിക്കും وسيرى الله عملكم ورسوله ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. سيحلفون بالله لكم إذا انقلبتم إليهم لتعرضوا عنهم فأعرضوا عنهم إنهم رجس ومأواهم جهنم جزاء بما كانوا يكسبون. يحلفون لكم لترضوا عنهم فإن ترضوا عنهم فإن الله لا يرضى عن القوم الفاسقين. الأعراب أشد كفرا ونفاقا وأجدر أن لا يعلموا حدود ما أنزل الله على رسوله والله عليم حكيم. ومن الأعراب من يتخذ ما ينفق مغرما ويتربص بكم الدوائر عليهم دائرة السوء والله سميع عليم. ومن الأعراب من يؤمن بالله واليوم الآخر ويتخذ ما ينفق قربات عند الله وصلوات الرسول ألا إنها قربة لهم سيدخلهم الله في رحمته إن الله غفور رحيم. صدق الله العلي العظيم. സൂറത്ത് തൗബയിലെ 94 മുതൽ 99 വരെയുള്ള 6 ആയത്തുകളാണ് നമ്മൾ ഓതി വെച്ചത്. 11-ാമത്തെ ജുസ്ഇൽ 202-ാമത്തെ പേജ്. മാഷാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് പുതിയൊരു ജുസ്ഉ കൂടെ, 11-ാം ജുസ്ഉ കൂടെ തുടങ്ങാൻ നമുക്ക് സാധിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഇനി ബാക്കിയുള്ള ജുസ്ഉകളും വളരെ റാഹത്തായി പഠിച്ച് പൂർത്തിയാക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. സൂറത്ത് തൗബയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പേജുകളിലൊക്കെ ചർച്ച മുനാഫിക്കുകളെ കുറിച്ചായിരുന്നു. എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിട്ടും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും തബൂക്ക് യുദ്ധങ്ങൾക്കടക്കം അതേപോലെയുള്ള യുദ്ധയാത്രകൾക്ക് പോകാതെ പല കാരണങ്ങളും പറഞ്ഞ് ഒഴിവ് കഴിവുകളും പറഞ്ഞ് വീട്ടിൽ തന്നെ ഇരിക്കുന്ന മുനാഫിക്കുകളെ കുറിച്ചാണ് കഴിഞ്ഞ പേജിൽ നമ്മൾ അവസാനമായി പറഞ്ഞത്. ഇനി പറയുന്നത് സത്യവിശ്വാസികൾ യുദ്ധയാത്ര തിരിച്ചു കഴിഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സത്യവിശ്വാസികളും യുദ്ധയാത്ര കഴിഞ്ഞ് തിരിച്ചു മദീനയിലെത്തിയാൽ ഉടനെ തന്നെ മുനാഫിക്കുകൾ എന്താണ് ചെയ്യുക എന്നതാണ്. എന്താണ് അവർ ചെയ്യുക? അവർ ഓടിച്ചെല്ലും. ഓടിച്ചെന്നിട്ട് കാരണങ്ങൾ ബോധിപ്പിക്കും. അങ്ങനെയായിരുന്നു ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് വരാൻ പറ്റാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് കാരണങ്ങൾ ബോധിപ്പിക്കും. സത്യവിശ്വാസികളായി അഭിനയിച്ച് നടക്കുന്ന ആളുകളാണ് അവർ. അതുകൊണ്ട് തന്നെ യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതിൽ, യുദ്ധയാത്രക്ക് പോകാതെ വീട്ടിലിരുന്ന കാര്യത്തിൽ ഒരു ചെറിയൊരു മനസ്സാക്ഷിക്കുത്തം അവർക്കുണ്ട്. ഒരു തരം മനസ്സാക്ഷിക്കുത്തമുണ്ട്. അത് ആത്മാർത്ഥത കൊണ്ടല്ല, മുഅ്മിനീങ്ങൾ എന്തെങ്കിലും അവരെക്കുറിച്ച് വിചാരിക്കുമോ എന്ന് കരുതിയിട്ട്, അതേപോലെ അവരുടെ ഉള്ളുകളിൽ മനസ്സിലാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെങ്കിലും നടപടിയോ ശിക്ഷാ നടപടികളോ അവർക്കെതിരെ എടുക്കുമോ എന്നൊക്കെ കരുതിയിട്ടുള്ള ഒരു തരം മനസ്സാക്ഷിക്കുത്തി ഇത് അവർക്കുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ അവർ തിരിച്ചു വന്നതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ അവർ ഒഴിവുകൾ ബോധിപ്പിക്കുന്നത്, എക്സ്ക്യൂസുകൾ ബോധിപ്പിക്കുന്നത്. അല്ലാഹു തആല മുഅ്മിനീങ്ങളോട് പറയുന്നത് എന്താണെന്നറിയോ?
വിശ്വാസത്തോട് പറയുന്നത്, അങ്ങനെ അവർ നിങ്ങളുടെ അടുക്കൽ വന്ന് കാരണങ്ങൾ ബോധിപ്പിക്കുമ്പോൾ അതൊന്നും തൽക്കാലം ഞങ്ങളുടെ അടുക്കൽ വിലപ്പോവില്ല എന്ന് അവരെ മുഖത്ത് നോക്കി നിങ്ങൾ പറയണം. നിങ്ങൾ ഇങ്ങനെ എക്സ്ക്യൂസുകളൊന്നും ബോധിപ്പിക്കണ്ട, ഞങ്ങൾക്കത് കേൾക്കണ്ട, ഞങ്ങൾ അത് വിശ്വസിക്കാൻ ഞങ്ങളെ കിട്ടുകയുമില്ല. നിങ്ങളുടെ ശരിയായ അവസ്ഥ എന്താണ് എന്നൊക്കെ അള്ളാഹു തആല ഞങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒഴിവ് കഴിവുകൾ ഒന്നും പറയണ്ട, അത് സ്വീകാര്യമല്ല. ഇങ്ങനെ അവരോട് പറഞ്ഞു വെക്കൂ എന്നാണ് അള്ളാഹു തആല ഇനി പറയുന്നത്. ഇങ്ങനെ എപ്പോഴും നുണ പറഞ്ഞ് തടി തപ്പാമെന്ന് നിങ്ങൾ കരുതണ്ട, അത് വിഡ്ഢിത്തമാണ്. കാരണം അള്ളാഹുവും റസൂലും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും അള്ളാഹു അറിയുന്നുണ്ട്. ആ രഹസ്യങ്ങളും പരസ്യങ്ങളും അറിയുന്ന അള്ളാഹുവിൻ്റെ അടുത്തേക്കാണ് നിങ്ങൾ മടങ്ങിച്ചെല്ലേണ്ടത്. അന്ന് നിങ്ങളുടെ ചെയ്തികൾക്കനുസരിച്ചുള്ള പ്രതിഫലം അവൻ നിങ്ങൾക്ക് തരികയും ചെയ്യും, നടപടി അവൻ എടുക്കുകയും ചെയ്യും. അവിടെ വെച്ച്, അതായത് പരലോകത്ത് വെച്ച്, ഈ കാപട്യത്തിൻ്റെ ഭവിഷ്യത്ത് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. നിങ്ങളുടെ കാപട്യം അവൻ തുറന്നു കാട്ടുകയും ചെയ്യും. ഇനി നിങ്ങൾ ഭാവിയിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്ന് ഞങ്ങൾ നോക്കട്ടെ. ഈ കാപട്യം തന്നെ തുടരുമോ, അതല്ല ഖേദിച്ചു മടങ്ങി നന്നാകുമോ, ഇതൊക്കെ ഞങ്ങൾ നോക്കട്ടെ. എന്നിട്ട് അതനുസരിച്ച് അല്ലാഹുവും റസൂലും നിങ്ങളോട് പെരുമാറാം. ഇതാണ് 94-ാമത്തെ ആയത്തിൽ പറയുന്നത്. ആയത്ത് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യഅ്തദിറൂന ഇലൈക്കും ഇദാ റജഅതും ഇലൈഹിം ഖുൽ ലാ തഅ്തദിറൂ ലൻ നുഅ്മിന ലക്കും ഖദ് നബ്ബഅന അല്ലാഹു മിൻ അഖ്ബാരിക്കും വസയറ അല്ലാഹു അമലക്കും വറസൂലുഹു സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശ്ശഹാദതി ഫയുനബ്ബിഉക്കും ബിമാ കുൻതും തഅമലൂൻ. യഅ്തദിറൂന, അവർ ഒഴിവ് കഴിവുകൾ ബോധിപ്പിക്കും, എക്സ്ക്യൂസുകൾ, കാരണങ്ങൾ ബോധിപ്പിക്കും, ഇലൈക്കും, നിങ്ങളോട്. എപ്പോ? ഇദാ റജഅതും, നിങ്ങൾ മടങ്ങി വന്നാൽ, ഇലൈഹിം, അവരുടെ അടുത്തേക്ക്. യുദ്ധമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ അവരുടെ അടുത്തേക്ക് മടങ്ങി വന്നാൽ അവർ നിങ്ങളുടെ അടുക്കൽ ഉൾദുറു പറയാൻ വേണ്ടി വരും. യഅ്തദിറൂന, എക്സ്ക്യൂസുകൾ ബോധിപ്പിക്കാൻ വേണ്ടി വരും. അവരോട് എന്താ മറുപടി പറയേണ്ടത്? ഖുൽ, നബി അങ്ങ് അവരോട് പറഞ്ഞേക്കണം, ലാ തഅ്തദിറൂ, ഒരു ഒഴിവ് കഴിവും നിങ്ങൾ ഞങ്ങളോട് പറയണ്ട. ലൻ നുഅ്മിന ലക്കും, ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കുകയേ ഇല്ല. നിങ്ങൾ പറഞ്ഞൊന്നും ഞങ്ങൾ വിശ്വസിക്കില്ല. കാരണം ഖദ് നബ്ബഅന അല്ലാഹ്, നിശ്ചയമായും അല്ലാഹു തആല ഞങ്ങളോട് ഉണർത്തി തന്നിട്ടുണ്ട്, മിൻ അഖ്ബാരിക്കും, നിങ്ങളുടെ വിവരങ്ങൾ. ഖദ് നബ്ബഅന അല്ലാഹു, ഞങ്ങൾ അല്ലാഹു തആല അറിയിച്ചിട്ടുണ്ട്. നബ്ബഅ എന്ന് പറഞ്ഞാൽ അറിയിച്ചു. അല്ലാഹു തആല ഞങ്ങളോട് അറിയിച്ചിട്ടുണ്ട്, മിൻ അഖ്ബാരിക്കും, നിങ്ങളുടെ വർത്തമാനങ്ങൾ, നിങ്ങളുടെ ചില വിവരങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളുടെ വിവരങ്ങളിൽ നിന്ന് ചിലത് അല്ലാഹു തആല ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നും പറയണ്ട, നിങ്ങൾ ഞങ്ങൾ വിശ്വസിക്കുകയില്ല. വസയറല്ലാഹു, ഇനി ഞങ്ങൾ നോക്കട്ടെ നിങ്ങളുടെ നിലപാട് എന്താണ്. വസയറല്ലാഹു, അല്ലാഹു തആല കാണുന്നുണ്ട്, അമലക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, വറസൂലുഹു, അവന്റെ റസൂലും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് വെറുതെ നുണ പറയണ്ട. സുമ്മ, പിന്നീട്, തുറദ്ദൂന, നിങ്ങൾ മടക്കപ്പെടും, ഇലാ ആലിമിൽ ഗൈബി വശ്ശഹാദ, രഹസ്യവും പരസ്യവും ദൃശ്യവും അദൃശ്യവും അറിയുന്ന. ഗൈബ് എന്ന് പറഞ്ഞാൽ അദൃശ്യം, ഷഹാദത്ത് പറഞ്ഞാൽ ദൃശ്യം. ദൃശ്യവും അദൃശ്യവും അറിയുന്ന അള്ളാഹുവിലേക്ക് നിങ്ങൾ പിന്നീട് മടക്കപ്പെടും. അപ്പോൾ യുനബ്ബിഉക്കും, നിങ്ങൾക്ക് അവൻ പറഞ്ഞു തരും, നിങ്ങൾക്ക് അവൻ അറിയിച്ചു തരും, ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തിരുന്നത് എന്ന്. അന്ന് നിങ്ങളെ തുറന്നു കാട്ടും അവൻ. ഇതാണ്, ഇങ്ങനെ അവരുടെ മറുപടി പറയാനാണ് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത 2 ആയത്തുകളിൽ കടക്കാം, 95-ഉം 96-ഉം. മുനാഫിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു സ്വസ്ഥതയും ഉണ്ടാവില്ല, ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. കാരണം ഓരോ നിമിഷവും ഒരു ബേജാറോടെ കഴിയുകയാണ്. സംശയദൃഷ്ടിയോടെ മാത്രമേ അവർക്ക് നടക്കാനാവൂ. യുദ്ധത്തിന് പോകാത്തതിനെ പറ്റിയോ മറ്റോ മുഅ്മിനീങ്ങളായ ആളുകൾ സംസാരിച്ചേക്കുമോ എന്ന് പേടികൊണ്ട് സത്യവിശ്വാസികളെ കാണാതെ മാറി നടക്കേണ്ട ഗതികളിലാണ് അവർ. അതിനാണ് അവർ ഇപ്പോൾ ശ്രമിക്കുക. അള്ളാഹു ഇനി സത്യവിശ്വാസികളോട് കാര്യങ്ങളൊക്കെ വെട്ടിത്തുറന്ന് പറയാം. നിങ്ങൾ അവരുമായി ബന്ധപ്പെടണ്ട, നിങ്ങൾ അവരുമായി സഹകരിക്കാനും പോകണ്ട. അവർ മ്ലേച്ഛന്മാരാണ്, നിങ്ങൾ അവരെ അവഗണിക്കൂ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ അശുദ്ധരാണ് അവർ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് അവരുമായി നിങ്ങൾ സഹവാസത്തിന് മുതിരേണ്ട. എന്താണ് അവരുടെ ഉദ്ദേശം? നിങ്ങൾ അവരുടെ കുറ്റം നിസ്സാരമായി കാണണം, അവരെക്കുറിച്ച് നിങ്ങൾ തൃപ്തരാവണം. അതായത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു ആക്ഷേപവും പ്രതിഷേധവും അവർക്കെതിരെ ഉണ്ടാവരുത്. ഇതാണ് അവരുടെ ഉദ്ദേശം. അതിനുവേണ്ടിയാണ് അവർ അള്ളാഹുവിന്റെ പേര് പറഞ്ഞ് സത്യം ചെയ്ത് കാരണങ്ങൾ സമർപ്പിക്കുന്നത്.
ഒരു കാരണവശാലും നിങ്ങൾ അവരുടെ വരയിൽ കുടുങ്ങരുത്. ഇനി ഈ നിർദ്ദേശത്തിനെതിരായി നിങ്ങൾ അവരെക്കുറിച്ച് സംതൃപ്തരായാൽ തന്നെയും അള്ളാഹുവിന്റെ സംതൃപ്തി ഒരിക്കലും അവർക്ക് നേടാൻ കഴിയില്ല. തോന്നിവാസികളാണവർ, ദുർനടപ്പുകാരാണവർ. അതുകൊണ്ട് തന്നെ അവരെ ഗുണദോഷിക്കാനും മറ്റും മെനക്കെടാതെ നിങ്ങൾ അവരെ അവഗണിച്ചേക്കൂ. അവരോട് ചെയ്യേണ്ടത് അള്ളാഹുവിനെ ചെയ്തുകൊള്ളും. ഇതാണ് 95-ാമത്തെ ആയത്തിലും 96-ലും അള്ളാഹു തആല പറയുന്നത്. ആയത്ത് നോക്കാം. أعوذ بالله من الشيطان الرجيم سيحلفون بالله لكم إذا انقلبتم إليهم لتعرضوا عنهم فأعرضوا عنهم إنهم رجس مأواهم جهنم جزاء بما كانوا يكسبون يحلفون لكم لترضوا عنهم فإن ترضوا عنهم فإن الله لا يرضى عن القوم الفاسقين سيحلفون بالله അവർ അള്ളാഹുവിനെ കുറിച്ച് സത്യം ചെയ്യും. ഇദൻ തലബത്തും ഇലൈഹിം നിങ്ങൾ അവരിലേക്ക് മടങ്ങി ചെല്ലുന്ന സമയത്ത്, യുദ്ധയാത്ര കഴിഞ്ഞ് നിങ്ങൾ അവരുടെ അടുത്തേക്ക് മടങ്ങി ചെല്ലുന്ന സമയത്ത് അവർ അള്ളാഹുവിനെ കുറിച്ച് സത്യം ചെയ്യും. യഹ്ലിഫു എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യുക, ഇൻഖലബ എന്ന് പറഞ്ഞാൽ മടങ്ങിച്ചെല്ലുക. അപ്പൊ ഇത് ഇൻഖലബത്തും നിങ്ങൾ മടങ്ങിച്ചെന്നാൽ ഇലൈഹിം, എന്തിനാണ് അള്ളാഹുവിനെ കുറിച്ച് സത്യം ചെയ്ത് പറയുന്നത്? അൻഹും, നിങ്ങൾ അവരെ വെറുതെ വിട്ടേക്കാനായി, നിങ്ങൾ അവരിൽ നിന്നും പിന്മാറേണ്ടതിനായി. അവരെ പിന്നാലെ കൂടാതെ അവരെ ഒഴിവാക്കാൻ വേണ്ടി അവരുടെ അടുത്ത് നുണ പറയും. അള്ളാഹുവിനെ കുറിച്ച് സത്യം ചെയ്യും. നിങ്ങൾ അവരെ ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണത്. നിങ്ങൾ അവഗണിക്കാൻ വേണ്ടി അൻഹും, അവരിൽ നിന്നും അവരെ വിട്ട് വെറുതെ വിടാനായി, അല്ലെങ്കിൽ അവരിൽ നിന്ന് പിന്മാറാനായി. അതുകൊണ്ട് അള്ളാഹു തആല അവരോട് പറയണം, മുഅ്മിനീങ്ങളോട് പറയാണ്, ഫഅരിദു അൻഹും, നിങ്ങൾ അവരെ അവഗണിച്ചേക്കും. ഫഅരിദു അൻഹും, അവരെ നിങ്ങൾ അവഗണിക്കുക, നിങ്ങൾ അവരെ തൊട്ട് പിന്തിരിഞ്ഞ് കളയുക. ഇന്നഹും, നിശ്ചയമായും അവർ, റിജ്സുൻ, അവർ അശുദ്ധന്മാരത്രേ, അശുദ്ധരാണവർ, ശുദ്ധിയില്ലാത്തവരാണവർ. റിജ്സുൻ മാത്രവുമല്ല, മഅവാഹും ജഹന്നം, അവരുടെ അഭയസങ്കേതം നരകമാണ്. മഅവാഹും, അവർക്ക് ചെന്നെത്താനുള്ള അഭയം, അവരുടെ സങ്കേതം, ജഹന്നമു, നരകമാണ്. എന്താ കാരണം? ജസാഅൻ, പ്രതിഫലമായിട്ട്, ബിമാ കാനൂ യക്സിബൂൻ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ, സ്വന്തം കർമ്മങ്ങളുടെ ഫലമായി, അതിൻ്റെ ജസാആയി അവർക്ക് സങ്കേതമായി നൽകപ്പെടുന്നത് നരകമാണ്. 96 നോക്കൂ. യഹ്ലിഫൂന ലക്കും ലിതർളൂ അൻഹും, എന്തിനാണ് അവരിങ്ങനെ സത്യം ചെയ്ത് പറയുന്നത്? അള്ളാഹുവിനെ പിടിച്ചിട്ട് കാരണങ്ങൾ ബോധിപ്പിക്കുന്നത് എന്തിനാണല്ലോ? നിങ്ങൾ തൃപ്തി കിട്ടാൻ, നിങ്ങൾ അവരെ കുറിച്ച് തൃപ്തിപ്പെടാൻ. യഹ്ലിഫൂന ലക്കും, അവർ നിങ്ങളോട് സത്യം ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അള്ളാഹുവിനെ പിടിച്ച്. ലിതർളൂ, എന്തിനാണ്? ലിതർളൂ, നിങ്ങൾ സംതൃപ്തരാവാൻ വേണ്ടി. അൻഹും, അവരെ കുറിച്ച്, നിങ്ങൾ അവരെ കുറിച്ച് സംതൃപ്തരാവാൻ വേണ്ടിയാണ് അവരിങ്ങനെ സത്യം ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അള്ളാഹു തആല പറയാ, ഇനി ഇൻ കേസ് നിങ്ങൾ അതൊക്കെ കേട്ട് അംഗീകരിച്ച് തൃപ്തിപ്പെട്ടെന്ന് വെക്കുക, അള്ളാഹു തആല അവരെ കുറിച്ച് തൃപ്തിപ്പെടാൻ പോകുന്നില്ല. ഫഇൻ തർളൂ അൻഹും, ഇനി നിങ്ങൾ അവരെ കുറിച്ച് തൃപ്തരായാൽ പോലും, നിങ്ങൾ അവരെ കുറിച്ച് സംതൃപ്തരായാൽ പോലും, ഫഇന്നല്ലാഹ, നിശ്ചയമായും അള്ളാഹു തആല, ലാ യർദാ, അവൻ സംതൃപ്തനാകില്ല, അവൻ തൃപ്തിപ്പെടില്ല, അനിൽ ഖൗമിൽ ഫാസിഖീൻ, അതിക്രമകാരികളായ ഒരു ജനതയെ സംബന്ധിച്ച് അള്ളാഹു തആല അവരെ കുറിച്ച് ഒരിക്കലും എന്താവില്ല, തൃപ്തനാവുകയില്ല. ഇനി നമ്മൾ 97-ാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണ്. സത്യവിശ്വാസികളുടെയും സത്യനിഷേധികളുടെയും മുനാഫിക്കുകളുടെയും കൂട്ടത്തിൽ ഗ്രാമീണരായ ചില ആളുകളുണ്ട്. 3 വിഭാഗമാണ്: മുഅ്മിനീങ്ങൾ, കാഫിരീങ്ങൾ, മുനാഫിക്കുകൾ. ഈ 3 കൂട്ടത്തിലും ഗ്രാമത്തിൽ താമസിക്കുന്ന ആളുകളുണ്ട്, പട്ടണത്തിലും പരിസരത്തും താമസിക്കുന്ന ആളുകളുണ്ട്. പട്ടണത്തിൽ താമസിക്കുന്ന ആളുകളെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. മദീന പട്ടണവുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന അവിടെ താമസിക്കുന്ന ആളുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി മദീനയിൽ നിന്ന് അകലെ ദൂരെയുള്ള ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ഗ്രാമവാസികളായ, അതായത് അറാബികളായ ആളുകളെ കുറിച്ചാണ് ഇനി പറയുന്നത്. മരുഭൂവാസികളായ അല്ലെങ്കിൽ ഉൾപ്രദേശങ്ങളിൽ താമസിക്കുന്ന അറബികളെയാണ് അറാബികൾ എന്ന് പറയപ്പെടുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പട്ടണങ്ങളിലും പരിസരങ്ങളിലും താമസിക്കുന്നവർക്ക് അറബികൾ എന്ന് പറയും. ദൂരെ മരുഭൂമിയിലോ മറ്റോ അല്ലെങ്കിൽ പട്ടണത്തിൽ നിന്ന് മാറി ഉൾപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് അറാബികൾ എന്ന് പറയും, അല്ലേ? ഗ്രാമീണരായ ഈ അറാബികൾ പട്ടണത്തിൽ താമസിക്കുന്ന അറബികൾ പോലെയല്ല. അവരുടെ സ്വഭാവങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും.
അവരുടെ മനസ്സ് സ്വാഭാവികമായും പരുഷമായിരിക്കും, ഇച്ചിരി കടുപ്പം കൂടിയ മനസ്സായിരിക്കും, അവരുടെ സ്വഭാവം പരുക്കനായിരിക്കും. ആളുകളുമായി പെരുമാറശീലമില്ലാത്തതിനാൽ ഹൃദയത്തിനൊരു വിശാലത ഉണ്ടാവുകയില്ല. കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനോ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വ്യക്തമായ ധാരണയോ അറിവോ ഉണ്ടാവില്ല. മുമ്പേ പഠിച്ചതല്ലാതെ മറ്റൊന്നും അവരുടെ തലയിലോട്ട് കയറുകയുമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളുടെ ആറാബികളുടെ കാര്യത്തിൽ ഇടപെടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും മുഅ്മിനീങ്ങളെയും അല്ലാഹു തആല ഉണർത്തുകയാണ്. അവരുടെ സ്വഭാവം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം അവരുടെ ഇടപെടുമ്പോൾ. ഇത്തരമൊരു സാഹചര്യവും സ്വഭാവം ഉള്ളത് കൊണ്ടാണ് ആറാബികളായ അത്തരം ആളുകൾ പലരും അവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നത്, കാപട്യത്തിൽ ഉറച്ചു നിൽക്കുന്നത്. അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെപ്പറ്റി, അള്ളാഹുവിൻ്റെ ഹുദൂദുകളെപ്പറ്റി, നിയമപരിധികളെപ്പറ്റി കൂടുതൽ അറിയാത്തത് കാരണം, മറ്റുള്ളവരെ പോലെ നഗരവാസികളെപ്പോലെ അത് പഠിക്കാനുള്ള അവസരമില്ലാത്തത് കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബത്തെയും ഇവരുമായൊക്കെ സഹവസിച്ച് സമ്പർക്കം പുലർത്താൻ അവസരമില്ലാത്തത് കാരണം, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നോ മുഅ്മിനീങ്ങളിൽ നിന്നോ ഖുർആനോ മറ്റോ കേട്ട് പഠിക്കാനുള്ള ഉപദേശങ്ങളൊക്കെ കേൾക്കാനുള്ള അവസരമില്ലാത്തത് കാരണം സ്വാഭാവികമായും അവർ അറിയാത്ത ആളുകളായിരിക്കും, പരുക്കന്മാരായിരിക്കും. അതുകൊണ്ട് അവർ ഇതുവരെ എന്താണ് കേട്ടു വന്ന് പഠിച്ചത് അതിൽ തന്നെ ഉറച്ചു നിൽക്കും. അത് നിഫാഖാണെങ്കിൽ നിഫാഖ് ഉറച്ചു നിൽക്കും, കുഫ്രിയത്താണെങ്കിൽ കുഫ്രിയത്ത് ഉറച്ചു നിൽക്കും. ഇതാണ് മുഅ്മിനീങ്ങളോട് അല്ലാഹു തആല പറയുന്നത്. നമുക്ക് നോക്കാം. അപ്പൊ ഇങ്ങനൊരു സ്വഭാവം അവർക്കുള്ളത് കൊണ്ടാണ് ആറാബികളായ ആളുകൾ പലരും കൂടുതൽ കാഫിരീങ്ങളും അല്ലെങ്കിൽ കൂടുതൽ മുനാഫിക്കുകളുമായി നിലകൊള്ളുന്നത് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അതിലൊരു കാഠിന്യം അവർക്ക് വരുന്നത് അതുകൊണ്ടാണ്. أعوذ بالله من الشيطان الرجيم الأعراب أشد كفرا ونفاقا وأجدر ألا يعلموا حدود ما أنزل الله على رسوله والله عليم حكيم. الأعراب ഗ്രാമീണ അറബികൾ, ഉൾപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആറാബികൾ, അശദ്ദു അവർ കൂടുതൽ തീവ്രതയുള്ളവരാണ്, കുഫ്രൻ സത്യനിഷേധത്തിൽ, വനിഫാഖൻ കാപട്യത്തിലും സത്യനിഷേധത്തിലും അവർ ഏറ്റവും കൂടുതൽ തീവ്രത പുലർത്തുന്ന ആളുകളാണ്. മാത്രവുമല്ല അജ്ദറു ഏറെ കടപ്പെട്ടവരുമാണ്, അല്ലാ യഅലമു അറിയാതിരിക്കാൻ, ഹുദൂദ നിയമപരിധികളെ, മാ അൻസലല്ലാഹു അല്ലാഹു അവതരിപ്പിച്ച, അലാ റസൂലിഹി അവന്റെ റസൂലിന്മേൽ, റസൂലിന് അല്ലാഹു തആല അവതരിപ്പിച്ചു കൊടുത്ത നിയമപരിധികൾ അറിയാതിരിക്കാൻ ഏറെ കടപ്പെട്ടവരുമാണവർ എന്ന് പറഞ്ഞാൽ ഏറെ അവകാശപ്പെട്ടവരുമാണവർ. കാരണം ഉൾപ്രദേശത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടോ സഹാബത്തിനോടോ കൂടിയിരിക്കാനോ സമ്പർക്കം പുലർത്താനോ ഉപദേശം കേൾക്കാനോ ഖുർആൻ കേൾക്കാനോ ഒന്നും അവസരമല്ല. അതുകൊണ്ട് അജ്ദറു അവർ ഏറ്റവും കടപ്പെട്ടവരാണ് ഇത് അറിയാതിരിക്കാൻ, നിയമങ്ങൾ അറിയാതിരിക്കാൻ. ഇത് കൂടെ ഇരുന്നാലല്ലേ പഠിക്കാനുള്ള അവസരം ഉണ്ടായാലേ പഠിയുള്ളൂ. അതില്ലാത്തത് കൊണ്ട് അവരങ്ങനെ ഇത് അറിയാതിരിക്കാൻ ഏറ്റവും കൂടുതൽ ബാധ്യസ്ഥരായവരാണ്, ഇതിൽ കടപ്പെട്ടവരാണ്. അതേപോലെ അതുകൊണ്ട് തന്നെ കുഫ്റിലും നിഫാഖിലും അവർ അടിയുറച്ചു നിൽക്കുന്നവരുമാണ്, തീവ്രത കാണിക്കുന്നവരുമാണ്. അതുകൊണ്ട് അവരോട് ഇടപെടുമ്പോൾ ശ്രദ്ധിക്കണമെന്നർത്ഥം. അല്ലാഹു അലീമുൻ ഹക്കീം, അല്ലാഹു സൂക്ഷ്മജ്ഞാനിയാണ്, ഹക്കീമുൻ യുക്തിമാനുമാണ്. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഇമാം അബൂ ഹയ്യാൻ അടക്കമുള്ളവർ എഴുതുന്നുണ്ട്, ഇവിടെ ഗ്രാമീണരായ ആളുകൾ പൊതുവെ ദുരാഭിജാത്യവും അഹങ്കാരവും കൊണ്ടു നടക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കടുത്ത കാപട്യം, അതേപോലെ ഏറ്റവും കടുത്ത നിഷേധം, ഇത് രണ്ടുമാണ് അവർ വെച്ച് പുലർത്തിയിരുന്നത്. മാത്രമല്ല അവരെ നയിക്കാനോ അവരെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ ഒരു നായകനില്ല, ഒരു നേതാവില്ല. തോന്നിയ പോലെയാണ് അവർ ജീവിക്കുന്നത്. അള്ളാഹുവിൻ്റെ കിതാബ് മനസ്സിലാക്കാനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ അറിയാനോ സ്വഹാബികൾ അടക്കമുള്ള പണ്ഡിതന്മാരുമായി ബന്ധപ്പെടാനോ അവർക്ക് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മദീനയിലെ പട്ടണത്തിൽ താമസിക്കുന്ന കപടവിശ്വാസികളെക്കാൾ കൂടുതൽ കടുത്ത മനോഭാവമുള്ളവർ ഞാൻ അറാബികളായ ദൂരെ താമസിക്കുന്ന ആളുകളായിരുന്നു എന്ന് സൂറത്തുൽ ഫത്ഹിലും സൂറത്തുൽ ഹുജറാത്തിലും അറാബികളെ പറ്റിയും അവരുടെ പരുക്കൻ സ്വഭാവങ്ങളെ പറ്റിയും ഒക്കെ ഇനിയും ഒരുപാട് പരാമർശങ്ങൾ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് കൂടെ പഠിക്കാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു ഹദീസിലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ അറാബികളിൽപ്പെട്ട കുറേ ആളുകൾ വന്നു. സംസാരത്തിനിടയിൽ അവർ ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ചുംബിക്കാറുണ്ടോ? പറഞ്ഞു അതേ എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഞങ്ങളങ്ങനെ ചുംബിക്കാറില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് അള്ളാഹു കാരുണ്യം നീക്കിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വല്ലതും ചെയ്യാൻ കഴിയോ? കാരണം മനസ്സും സ്വഭാവവും പരുഷമാണ് എന്നർത്ഥം. അപ്പൊ അവരുടെ കൂട്ടത്തിൽ മുഅ്മിനീങ്ങളുണ്ട്, കാഫിരീങ്ങളുണ്ട്, മുനാഫിക്കീങ്ങളുമുണ്ട്.
പട്ടണത്തിൽ താമസിക്കുന്നവരെക്കാൾ ഏത് വിഷയത്തിലും തീവ്രതയുള്ള ആളുകളായിരിക്കും അവർ. അത് കുഫ്രിലും അങ്ങനെ തന്നെയാണ്, നിഫാഖിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അവരോട് പെരുമാറുമ്പോൾ ശ്രദ്ധിക്കണം. അതാണ് അല്ലാഹു തആല ഇവിടെ പറയുന്നത്. ഇനി 98-ാമത്തെ ആയത്ത് നോക്കാം. ആറാബികളുടെ പൊതുവായ അവസ്ഥയാണ് ഇതുവരെ പറഞ്ഞത്. ഇനി അങ്ങനെയൊക്കെ ആണെങ്കിലും അവരുടെ കൂട്ടത്തിലും രണ്ടു തരം ആളുകളുണ്ട് എന്ന് അല്ലാഹു തആല പറയുകയാണ്, നല്ലവരും അല്ലാത്തവരും. ആറാബികളുടെ പൊതുവെയുള്ള സ്വഭാവം കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞു, പരുഷ സ്വഭാവമുള്ളവരായിരിക്കും. അങ്ങനെയൊക്കെ ആണെങ്കിലും രണ്ട് കൂട്ടർ അവരുമുണ്ട്, നല്ലവരുമുണ്ട് അല്ലാത്തവരുമുണ്ട്. ഒന്നാമത്തെ വിഭാഗം, അതായത് അവരുടെ കൂട്ടത്തിലെ കപട വിശ്വാസികളായ ആളുകളാണ്, മുനാഫിഖീങ്ങളാണ്. അവരെ പറ്റിയാണ് 98-ൽ പറയുന്നത്. അള്ളാഹുവിന്റെ വഴിയിൽ വല്ലതും ചെലവഴിക്കേണ്ട ഒരവസ്ഥ വരുമ്പോൾ ഒരിക്കലും നല്ല ഉദ്ദേശത്തോട് കൂടെയല്ല അവർ അത് കൊടുക്കുക. അള്ളാഹുവിന്റെ പൊരുത്തമോ അള്ളാഹുവിന്റെ പ്രതിഫലമോ പരലോകത്തുള്ള പ്രതിഫലമോ ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല അവരെന്തെങ്കിലും കൊടുക്കുക. പിന്നെയോ വല്ല പിഴയോ കൈക്കൂലിയോ ഒക്കെ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയല്ല, ഒരു ഫീലിംഗില്ലേ, ആ ഒരു ഫീലിംഗിലാണ് ഒരു വലിയ നഷ്ടം സഹിക്കുന്നത് പോലെ, വലിയൊരു നഷ്ടം സഹിക്കുന്നത് പോലെ, പിഴ കൊടുക്കുന്നത് പോലെ, കൈക്കൂലിയൊക്കെ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഫീലിംഗ്, ആ ഫീലിംഗ് ആണ് എന്ന് പറഞ്ഞാൽ മനസ്സില്ല മനസ്സോടെയാണ് അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവരൊന്ന് ചെലവഴിക്കാൻ പറഞ്ഞാൽ അത് അവർ കൊടുക്കുക. ഇതാണ് മുനാഫിഖീങ്ങളായ അറാബികളുടെ സ്വഭാവം. അതുപോലെ അവരിങ്ങനെ പറഞ്ഞു കൊടുക്കും എപ്പോഴും, മുസ്ലിങ്ങളൊപ്പം കൂടെ ഒന്നും വേണ്ട, മുസ്ലിങ്ങൾ ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പൊളിഞ്ഞ് പാളിസായി പോകും, അവര് ഇസ്ലാം തന്നെ ഇല്ലാതെയായി പോകും, അധികം താമസിയാതെ അറബികൾ തന്നെ അവരെ നിലംപരിശാക്കും, അവർക്ക് ഒരുപാട് ആപത്തുകൾ വരാനുണ്ട്, അതുവരെ മാത്രമേ മുസ്ലിം വേഷമണിഞ്ഞ് അവർ നടക്കുള്ളൂ എന്നൊക്കെ അവർ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരിങ്ങനെ പറയും, അവിടെ കൂടെ ഒന്നും വേണ്ട, അതൊക്കെ അപ്പം തകരും, അറബികൾ തന്നെ അവരെ കൈകാര്യം ചെയ്യും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയും മുസ്ലിങ്ങളെ കൊച്ചാക്കി കാണിക്കുകയും മുസ്ലിങ്ങൾക്ക് ആപത്ത് വരുന്നത് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയുമാണ് ആ അറാബികളായ മുനാഫിക്കുകൾ ചെയ്യുന്നത്. പക്ഷേ അല്ലാഹു തആല പറയാണ്, യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? അവരുടെ പ്രതീക്ഷയ്ക്ക് നേരെ വിപരീതമാണ് സംഭവിക്കാൻ പോകുന്നത്. അള്ളാഹു ഇതൊന്നും അറിയാഞ്ഞിട്ടില്ല, എല്ലാം അവൻ അറിയുന്നുണ്ട്. ഇതൊക്കെയാണ് അല്ലാഹു തആല 98-ൽ പറയുന്നത്. നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ومن الأعراب من يتخذ ما ينفق مغرما ويتربص بكم الدوائر عليهم دائرة السوء والله سميع عليم. ومن الأعراب, അറാബികളുടെ കൂട്ടത്തിലുണ്ട്, ഗ്രാമീണരായ അറബികളുടെ കൂട്ടത്തിലുണ്ട്, മൻ ചില ആളുകളുണ്ട്, യത്തഖിദു മാ യുൻഫിഖു മഗ്റമാ, തങ്ങൾ ചെലവഴിക്കുന്നത് നഷ്ടമായി വിലയിരുത്തുന്ന ആളുകൾ, നഷ്ടമായി കണക്കാക്കുന്ന ആളുകൾ. മൻ ഒരു വിഭാഗം ആളുകൾ, ചില ആളുകൾ, യത്തഖിദു അവർ കണക്കാക്കുന്നു, മാ യുൻഫിഖു അവർ ചെലവഴിക്കുന്നതിനെ, മഗ്റമൻ വലിയ നഷ്ടമായി. എന്തെങ്കിലും അള്ളാഹിന്റെ വഴിയിൽ കൊടുക്കേണ്ടി വന്നാൽ അത് കൊടുക്കുമ്പോൾ ഭയങ്കര നഷ്ടമായി അവർ അതിനെ കണക്കാക്കും. എന്ന് മാത്രമല്ല, വയതറബ്ബസു അവർ പ്രതീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നു, ബിക്കും നിങ്ങളെ സംബന്ധിച്ച്, അദ്ദവാഇർ വിപത്തുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിപത്ത് ഭവിക്കുന്നത്, വിപത്തുകൾ വരുന്നത് പ്രതീക്ഷിച്ചിരിക്കുകയാണ് അവർ. വയതറബ്ബസു അവർ കാത്തിരിക്കുന്നു, പ്രതീക്ഷിച്ചിരിക്കുന്നു, ബിക്കും നിങ്ങളെ കൊണ്ട്, അദ്ദവാഇർ ആപത്തുകൾ എന്നാൽ നിങ്ങൾക്ക് ആപത്തുകൾ വരുന്നതിന് അവർ കാത്തുകൊണ്ടിരിക്കുന്നു. അല്ലാഹു തആല ഇടയ്ക്ക് പറയണം, അലൈഹിം ദാഇറത്തുസ് സൗ, അവർക്കു തന്നെ അത്തരം ആപത്തുകൾ വന്നുപെടട്ടെ. അലൈഹിം അവരുടെ മേൽ തന്നെയാണ്, ദാഇറത്തുസ് സൗ ഈ കാലക്കേടുകൾ അല്ലെങ്കിൽ വിപത്തുകൾ. കാരണം വാസ്തവത്തിൽ ആപത്ത് വന്നു വീഴുന്നത് അവരുടെ മേൽ തന്നെയാണ്. ദാഇറത്തുസ് സൗ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ കാലക്കേടുകൾ എന്ന് അല്ലെങ്കിൽ ആപത്തുകൾ നമുക്ക് ആശയം പറയാം. അല്ലാഹു തആല സമീഉൻ എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നവനാണ്, അലീമുൻ എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനുമാണ്. സ്വന്തം കാരണം കൊണ്ടല്ലാതെ മറ്റു വല്ല കാരണം കൊണ്ടും ഉണ്ടാകുന്ന ധനനഷ്ടത്തിനാണ് സാധാരണഗതിയിൽ മഗറം എന്ന് അറബിയിൽ പറയുക. മഗറം കടഭാരം എന്നൊക്കെ പറയാം, നഷ്ടം എന്നർത്ഥം, ആശയം വലിയ നഷ്ടം എന്ന ആശയം. അലൈഹിം ദാഇറത്തുസ് സൗ, ദാഇറത്ത് എന്ന് പറഞ്ഞാൽ ശരിക്ക് ദാഇറത്തിന്റെ ബഹുവചനമാണ് ദവാഇർ, കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, വൃത്തം, ചക്രം, ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ വാക്കർത്ഥം. കാലചക്രം എന്നൊക്കെ മലയാളത്തിൽ പറയില്ലേ,
അതുപോലെ പല ഘട്ടങ്ങളിലും ഉണ്ടാകുന്ന ആപത്തുകൾ, ജീവിതത്തിൻ്റെ കാലത്തിൻ്റെ പല സമയങ്ങളിൽ ഉണ്ടാകുന്ന പല ഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന ആപത്തുകൾക്കാണ് ഈ വാക്ക് ഉപയോഗിക്കുക. ദാഇറത്ത് എന്ന്. അലൈഹിം ദാഇറത്തു സൗ, അവരുടെ മേൽ ആപത്തുണ്ടായിരിക്കട്ടെ. ഇത് ഇടക്ക് പ്രാർത്ഥനാ രൂപത്തിൽ അല്ലാഹു തആല പറഞ്ഞതാണ്. അറബി ഭാഷയിൽ അത്തരം പ്രയോഗങ്ങൾ സാധാരണമാണ്. ഒരു കൂട്ടരെ പറ്റി ആക്ഷേപിച്ച് പറയുന്നതിനിടയിൽ സന്ദർഭത്തിനനുസരിച്ച് ഇത്തരം പദപ്രയോഗങ്ങളൊക്കെ നടത്താറുണ്ട് അറബി ഭാഷയിൽ. ശരി, ഇനി നമ്മൾ 99-ാമത്തെ ആയത്തിലേക്ക് കടക്കുന്നു. ആറാബികളുടെ കൂട്ടത്തിലെ കപടവിശ്വാസികളെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. ആറാബികളുടെ കൂട്ടത്തിൽ കപടവിശ്വാസികളുണ്ട്, അവരുടെ സ്വഭാവം പറഞ്ഞു. ഇനി അതേപോലെ നല്ല വിശ്വാസികളുമുണ്ട്, മുഅ്മിനീങ്ങളായ ആളുകളുമുണ്ട്. അത്തരം മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണ് ഇനി 99-ൽ പറയുന്നത്. എന്താണ് അവരുടെ സ്വഭാവം? അവർ അല്ലാഹുവിലും റസൂലിലും നിഷ്കളങ്കമായി വിശ്വസിച്ച ആറാബികളാണ്. അതുകൊണ്ട് തന്നെ യുദ്ധത്തിനോ മറ്റു നല്ല കാര്യങ്ങൾക്കോ ഒക്കെ ചെലവഴിക്കേണ്ടി വരുമ്പോൾ അവർ മനസ്സറിഞ്ഞു കൊടുക്കും. അവർ അതുകൊണ്ട് ആഗ്രഹിക്കുന്നത് എന്താ? അള്ളാഹുവിൻ്റെ അടുക്കൽ അത് പുണ്യകർമ്മമാവണമെന്നാണ്, ഒരു ഖുർബത്താവണമെന്നാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ കിട്ടണമെന്നാണ്. ഇതാണ് അവരുടെ താല്പര്യം. അല്ലാതെ മറ്റുള്ള ആറാബികൾ മുനാഫിഖീങ്ങൾ ചെലവഴിച്ചപ്പോൾ വലിയ നഷ്ടം സംഭവിക്കുന്നത് പോലെ കൊടുത്ത അങ്ങനെയല്ല അവർ കൊടുക്കുക. അവരത് സ്വാലിഹായ അമലെ മാറണമെന്ന് കൊടുക്കും എന്ന് കരുതിയിട്ട് കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ കിട്ടണമെന്ന് കരുതി കൊടുക്കും. അങ്ങനെ അവരുടെ ഉദ്ദേശം പോലെ തന്നെ അല്ലാഹു തആല പുണ്യകർമ്മമായി സ്വീകരിക്കും. അവർക്ക് പാപമോചനവും കാരുണ്യവും നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ദുആ ചെയ്യുകയും ചെയ്യും. ആറാബികളിലെ മുനാഫിഖുകളെ കണക്കാക്കുന്ന പോലെ അള്ളാഹുവിൻ്റെ വഴിയിൽ ചെലവഴിക്കുന്നത് നഷ്ടമായിട്ട് അവർ കാണൂല, വലിയ നേട്ടമായിട്ടാണ് കണക്ക് കൂട്ടുക. ഇങ്ങനെ ദാനം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്ത് കൊടുക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പതിവായിരുന്നു എന്ന ഹദീസുകളിൽ കാണാം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയെ പറ്റി ഈ വിഷയത്തിൽ ഈ ആയത്തിൽ പ്രത്യേകമായി എടുത്തു പറയുന്നത്. 103-ൽ ആവശ്യം വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ആകട്ടെ, 99-ാമത്തെ ആയത്ത് നോക്കാം. أعوذ بالله من الشيطان الرجيم. ومن الأعراب من يؤمن بالله واليوم الآخر ويتخذ ما ينفق قربات عند الله وصلوات الرسول ألا إنها قربة لهم سيدخلهم الله في رحمته إن الله غفور رحيم. من الأعراب, അറാബികളുടെ കൂട്ടത്തിലുണ്ട് ആര്? മൻ, ചില ആളുകളുണ്ട്, യുഅ്മിനു, അവർ വിശ്വസിക്കുന്നു, ബില്ലാഹി, അല്ലാഹുവിൽ, വൽയൗമിൽ ആഖിരി, പരലോകത്തിലും അവസാന അന്ത്യദിനത്തിലും. വൽയൗമിൽ ആഖിർ എന്ന് പറഞ്ഞാൽ അന്ത്യദിനം, അന്ത്യദിനത്തിലും അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ചിലരും അറാബികളുണ്ട്. പിന്നെ അവരെന്തെങ്കിലും പൈസ കൊടുക്കുമ്പോൾ അവരുടെ നിലപാടെന്താ? വയത്തഖിദു, അവർ കണക്കാക്കുന്നു, മാ യുൻഫിഖു, അവർ ചെലവഴിക്കുന്നതിന്, ഖുർബാത്തിൻ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ സാമീപ്യം, അള്ളാഹുവിൻ്റെ സാമീപ്യം നേടാനുള്ള ഒരു ഖുർബത്തായ ഒരു വഴിയായിട്ടാണ് അതിനെ കണക്കാക്കുക. പിന്നെയോ ഇൻദല്ലാഹി, അള്ളാഹുവിൻ്റെ അടുക്കലുള്ള സാമീപ്യമാണ് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ വസ്വലവാത്തിർ റസൂൽ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രാർത്ഥന നേടാനുള്ള അവസരമായി. ഇങ്ങനെയാണ് അവർ ചെലവഴിക്കുന്നത് കാണുന്നത്, അല്ലാതെ മുനാഫിക്കുകൾ കാണുന്നത് പോലെയല്ല നടത്തും. വയത്തഖിദു, ആ മുഅ്മിനീങ്ങൾ കണക്കാക്കുന്നു, പരിഗണിക്കുന്നു, മാ യുൻഫിഖു, അവർ ചെലവഴിക്കുന്നതിനെ, ഖുർബാത്തിൻ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ സാമീപ്യം നേടാനുള്ള വഴിയായി, അല്ലാഹുവിന്റെ അടുത്തുള്ള ഖുർബത്തുകളായി, വസ്വലവാത്തിർ റസൂലി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനകൾ കിട്ടാനുള്ള വഴിയുമായി ആണ് അവർ അതിനെ കണക്കാക്കുന്നത്. അപ്പോൾ അല്ലാഹു തആല എന്നിട്ട് പറയാണ്, അങ്ങനെ തന്നെയാണത്, അവരുടെ ഉദ്ദേശം പോലെ തന്നെ. അലാ, നിങ്ങൾ അറിയണം, ഇന്നഹാ, അങ്ങനെ അവർ ചെലവഴിക്കുന്നത് ഖുർബത്തുൽ ലഹും, അവർക്ക് അല്ലാഹുവിന്റെ സാമീപ്യം നേടാനുള്ള മാർഗം തന്നെയാണ്, ഖുർബത്ത് തന്നെയാണ്. ഖുർബത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗം, അള്ളാഹുവിൻ്റെ തൃപ്തി, അള്ളാഹുവിൻ്റെ അടുപ്പം, സാമീപ്യം. ഖരീബ് എന്ന് പറഞ്ഞാൽ അടുത്തുള്ളത് എന്നാണ് അർത്ഥം, അല്ലെ? ഖുർബത്ത് എന്ന് പറഞ്ഞാൽ അടുപ്പം, അള്ളാഹുവിൻ്റെ അടുപ്പം നേടാനുള്ള മാർഗം ആണ്, അത് തന്നെയാണത്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, സയുദ്ഖിലുഹുമുല്ലാഹു ഫി റഹ്മതി, അല്ലാഹു തആല അവരെ അവൻ്റെ റഹ്മത്തിൽ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും. സയുദ്ഖിലുഹും, പിന്നീട് അള്ളാഹു അവരെ പ്രവേശിപ്പിക്കും, അല്ലാഹു ഫി റഹ്മതി, അവൻ്റെ കാരുണ്യത്തിൽ. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു തആല ഗഫൂറുൻ, ഏറെ പൊറുക്കുന്നവനാണ്, റഹീമുൻ, നന്നായി കാരുണ്യം ചൊരിയുന്നവനുമാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരം ചെലവുകൾ ചെയ്യേണ്ടി വരുമ്പോൾ
അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പൈസ ചെലവഴിക്കേണ്ടി വരുമ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ടായിരിക്കണം അത് ചെയ്യേണ്ടത് എന്നാണ്. ആളുകൾ കാണാനോ ഞാനിപ്പോൾ ഒന്നും കൊടുത്തില്ലെങ്കിൽ മഹാമോശമല്ലേ, മറ്റാളെന്താ കരുതുക, ആളുകൾ എന്താ വിചാരിക്കുക, ഇങ്ങനെയൊന്നും കരുതിയിട്ട് നമ്മൾ കൊടുക്കണ്ട. അങ്ങനെ അത് കരുതി കൊടുത്തി അത് പോയി കിട്ടി, ആ പൈസ പോയി, അള്ളാഹിൻ്റെ അടുക്കൽ ഒന്നും ഉണ്ടാവില്ല. അള്ളാഹുവിനോട് കൊടുക്കുമ്പോഴേ, കുർബത്ത് എന്നൊരാൾക്ക് കൊടുക്കുമ്പോഴേ അള്ളാഹു അത് സ്വീകരിക്കൂ. ഇവിടെ പറഞ്ഞ പോലെ അള്ളാഹുവിൻ്റെ റഹ്മത്തെ നമ്മളെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. ഉദ്ദേശശുദ്ധി വളരെ പ്രധാനമാണ് എന്നർത്ഥം. നമ്മുടെ നീയത്ത് നന്നായിരിക്കണം. അല്ലെങ്കിൽ അള്ളാഹു തആല പറയും, അള്ളാഹിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ, പഠിച്ചോനെ ഞാൻ ഒരുപാട് സംഭാവന കൊടുത്ത ആളാണല്ലോ, ഒന്നും കാണുന്നില്ലല്ലോ എന്ന് ആഖിറത്തിൽ ചെല്ലുമ്പോൾ പഠിച്ചോനോട് ചോദിക്കുമ്പോൾ അള്ളാഹു തആല പറയും, നീ കൊടുത്തിരുന്നു ശരി, പക്ഷെ എന്തിനാ നീ കൊടുത്തത്? ആളുകൾ നീ ഉഷാറാന്ന് പറയാനല്ലേ, ആൾക്കാർ പറഞ്ഞല്ലോ. നീ വലിയ ധർമ്മിഷ്ഠനാണെന്ന് ആളുകൾ പറഞ്ഞു നടക്കാനല്ല, അതാണ് പറഞ്ഞു കഴിഞ്ഞു. ഇനി എൻ്റെ അടുത്ത് ഒന്നുമില്ല, ഇനി എൻ്റെ അടുത്ത് നിനക്ക് തരാനൊന്നുമില്ല. നീ എൻ്റെ ലക്ഷ്യത്തിന് വേണ്ടിയാണ്, എൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ് അത് ചെലവഴിച്ചിരുന്നതെങ്കിൽ ഞാൻ ഇവിടെ നിനക്ക് തരുമായിരുന്നു. സുബ്ഹാനല്ലാഹ്, നിന്റെ ആഗ്രഹം ദുനിയാവിൽ നടന്നു കഴിഞ്ഞില്ലേ, ഇനി എൻ്റെ അടുത്തൊന്നും തരാനില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കുറേ അമലുകളുണ്ടെന്ന് കരുതി കൂലി വാങ്ങാൻ വേണ്ടി അള്ളാഹുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോഴാണ് കാലിച്ചാക്കിലാണ് നമ്മൾ പൈസ ഇട്ട് കൊണ്ടിരുന്നത് എന്ന് ഓർമ്മ വരിക. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. എന്തായിരിക്കും നമ്മൾ അപ്പോഴത്തെ അവസ്ഥ? അള്ളാഹുവേ, അത്തരം അവസ്ഥയിൽ നിങ്ങളെ കാത്തുരക്ഷിക്കണം തമ്പുരാനെ. അലാ ഇന്നഹാ ഖുർബത്തുൻ ലഹും സയുദ്ഖിലുഹും അല്ലാഹു ഫി റഹ്മതിഹി. അള്ളാഹു തആല അവരെ അവൻ്റെ റഹ്മത്തിൽ പ്രവേശിപ്പിക്കും. അല്ലാഹുമ്മ അദ്ഖിൽനാ ഫി റഹ്മതിക്. പടച്ചവനെ, ഞങ്ങളെ നിന്റെ റഹ്മത്തിൽ നീ പ്രവേശിപ്പിക്കണമേ. ഇത്തരം ആയത്തുകളൊക്കെ ഓതുമ്പോൾ അങ്ങനെ ഒരു പ്രാർത്ഥനാ വാക്യങ്ങൾ മനസ്സിലെങ്കിലും നമ്മൾ പറയണം. അല്ല, അപ്പോഴേ ഖുർആൻ മനസ്സറിഞ്ഞ് ഓതുമെന്ന് പറയാൻ പറ്റുള്ളൂ. ഖുർആനിൽ റബ്ബിൻ്റെ റഹ്മത്ത് ചോദിക്കുമ്പോൾ റഹ്മത്തിനെ കുറിച്ച് പറയുമ്പോൾ റഹ്മത്ത് ചോദിക്കണം. അള്ളാഹുവിൻ്റെ അദാബിനെ കുറിച്ച് പറയുമ്പോൾ അദാബിൽ നിന്ന് കാവൽ ചോദിക്കണം. ഇങ്ങനെയൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതിയിരുന്നത്. ഖുർആൻ അർത്ഥം പറഞ്ഞ് ചിന്തിച്ചോതുന്നവരുടെ ശൈലി അതാണ്. അപ്പോൾ നമ്മൾ സയുദ്ഖിലുഹുമുല്ലാഹു ഫി റഹ്മതിഹി, അള്ളാഹു അവരെ അവൻ്റെ റഹ്മത്തിൽ പ്രവേശിപ്പിക്കും എന്ന് പറയുമ്പോൾ പിന്നീട് പ്രവേശിപ്പിക്കുമെന്നാണ് ശരിക്കും അർത്ഥം. അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്? പടച്ചവനെ, എന്നെ ആ കൂട്ടത്തിൽ പെടുത്തണേ. നമ്മുടെ മനസ്സിലെങ്കിലും ആ ചിന്ത ഉണ്ടാവും. അല്ലെങ്കിൽ അല്ലാഹുമ്മ അദ്ഖിൽനാ ഫി റഹ്മതിക് എന്നെങ്കിലും പറയും. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത്രയുമാണ് ഇന്ന് നമുക്ക് ഈ പേജിൽ പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യണേ തമ്പുരാനെ. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ആഖിറത്തിലേക്ക് വലിയ ഒരു അമലായി ഇത് നീ ഖബൂൽ ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, വേണ്ടപ്പെട്ടവർ എല്ലാവർക്കും പുറത്തു കൊടുക്കണം അല്ലാഹ്. ഞങ്ങൾക്ക് മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളെ ആഖിറത്ത് നന്നാക്കണം അല്ലാഹ്. ഒരുപാട് ആളുകൾ രോഗികളാണ്, പ്രയാസമുള്ളവരാണ്. എല്ലാവർക്കും ഈ പ്രയാസം നീക്കി കൊടുക്കണം റബ്ബേ. രോഗങ്ങൾ ശിഫാക്കി കൊടുക്കണം തമ്പുരാനെ. ഞങ്ങളെല്ലാവരെയും ദീനും ദുനിയാവും ആഖിറത്തും രക്ഷപ്പെടുത്തണം റഹ്മാനെ. നിന്റെ ഖുർആനിലെ ഖിദ്മത്തായി ഇത് ഖബൂൽ ചെയ്യണം അല്ലാഹ്. ഇതിൻ്റെ അധ്വാനിക്കുന്നവർക്ക് അർഹമായ പ്രതിഫലം നൽകണം റഹ്മാനെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.